ഒരു ഡി എഫ് സ്പിരിച്വലി അവേക്കൻഡ് ആയി കഴിഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതൊക്കെ അറിയണ്ടേ? അപ്പോൾ നോക്കാം. ഒന്നാമതായിട്ട്, ആ ഡി എഫ് പൂർണ്ണമായിട്ടും എല്ലാ അർത്ഥത്തിലും ഹീലായി കഴിഞ്ഞിരിക്കും. അതായത് ആ ഡി എഫിൻ്റെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷൻസും ഇല്ലാതായി കഴിഞ്ഞിരിക്കും. അവർക്ക് പഴയതുപോലെ കരച്ചിൽ, പേടി, ദേഷ്യം, ഓവർ തിങ്കിങ് ഇതൊന്നും ഉണ്ടായിരിക്കില്ല. എപ്പോഴും അവർ ഫുൾ ഹാപ്പി ആയിരിക്കും. ഓക്കെ. അടുത്തത്, ആ ഡി എഫ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും കേട്ടോ. ചുറ്റിനുമുള്ളവരുടെ അപവാദങ്ങൾക്കും കളിയാക്കലുകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഒന്നും അവരെ തകർക്കാൻ കഴിയില്ല. തൻ്റെ ഡി എമ്മിൻ്റെ ശരീരത്തിന് പോലും ഓർ ഡി എം എന്ന വ്യക്തിക്ക് പോലും തൻ്റെ അനുവാദമില്ലാതെ ആ ബൗണ്ടറിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അത്രയും സ്ട്രോങ് ആയിരിക്കും അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബൗണ്ടറി. അടുത്തത്, ആ ഡി എഫിന് തൻ്റെ ഡി എമ്മിനോടും എല്ലാവരോടും എല്ലാത്തിനോടും എല്ലാ ജീവികളോടും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനോടും അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹമായിരിക്കും. അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു സ്നേഹം. ആരോടും ദേഷ്യമില്ല. അവർ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല, പരാതിയില്ല. ഓക്കെ, അതാണ് അൺകണ്ടീഷണലായിട്ടുള്ള ലവ്. അടുത്തത്, ആ ഡി എഫ് ഹൈ ലെവൽ ഇൻട്രോവേർട്ടായി മാറും. മറ്റുള്ളവരോടും തൻ്റെ ഡി എമ്മിനോട് പോലും അഭിപ്രായങ്ങൾ പറയുക, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിന്നും സ്വയം ഒഴിവാവുക, ഇതൊക്കെയായിരിക്കും അവർ ചെയ്യുന്നത്. ഓക്കെ. അടുത്തൊരു കാര്യം, ആ ഡി എഫിനെ കാണുമ്പോൾ ഡി എമ്മിനും മറ്റുള്ളവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഓക്കെ. അതായത് നമ്മൾ ഏറെ ദൂരം വെയിലത്ത് നടന്നിട്ടൊരു വലിയ മരത്തിൻ്റെ തണലിലെത്തുമ്പോൾ ഒരു ആശ്വാസം ഫീൽ ചെയ്യില്ലേ? അതുപോലെ ദാഹിച്ചു വലഞ്ഞിട്ട് കുറേ വെള്ളം കുടിക്കുമ്പോൾ ഒരു ആശ്വാസം ഫീൽ ചെയ്യില്ലേ? അതുപോലൊരു ആശ്വാസമാണ് സ്പിരിച്വലി അവേക്കൻഡ് ആയ ഡി എഫിൻ്റെ അടുത്തെത്തുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്നത്. ഓക്കെ. അടുത്തത്, ആ ഡി എഫിൻ്റെ എനർജി വൈബ്രേഷൻ അത് ഭയങ്കര പവർഫുൾ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഡി എഫിൻ്റെ പ്രസൻസ് എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും സുഖകരമായൊരു സാഹചര്യമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണചന്ദ്രൻ്റെ ഫുൾ മൂണിൻ്റെ എനർജി പറ്റി കേട്ടിട്ടില്ലേ? അത് ഭയങ്കര പവർഫുള്ളാണ്. ആ ഒരു നിലാവ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നില്ലേ? അതുപോലെ. ഓക്കെ. ഇപ്പോൾ അപരിചിതരായ ചില ആളുകൾ ചെല്ലുമ്പോൾ കിളികളാണെങ്കിൽ പറന്നു പോകും അല്ലേ? കുഞ്ഞു ജീവികളും മൃഗങ്ങളൊക്കെ ആണെങ്കിൽ പേടിച്ച് ഓടിപ്പോവല്ലേ? പക്ഷേ ആ ജീവികൾക്ക് അപരിചിതയായ സ്പിരിച്വലി അവേക്കൻഡായ ഒരു ഡി എഫ് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ പേടിച്ചു പോകില്ല. അവർ ആ ഡി എഫിനെ ചുറ്റിപ്പറ്റി അവിടെ തന്നെ നിൽക്കും. ആ ഡി എഫിൻ്റെ ഹൈ പോസിറ്റീവ് എനർജി പവർ ജീവജാലങ്ങൾക്ക് പോലും ശാന്തത കൊടുക്കാൻ കഴിവുണ്ട്. ഓക്കെ. അടുത്തത്, സ്പിരിച്വലി അവേക്കൻഡായ ഡി എഫ് ഒരു സ്ട്രോങ് മാഗ്നറ്റ് ആണെന്ന് പറയാം. ശക്തമായ കാന്തം. ഇവർ ഒന്നും തേടി അങ്ങോട്ടേക്ക് പോകണ്ട. അവർ ആഗ്രഹിക്കുന്നതല്ല അവരിലേക്ക് അട്രാക്റ്റായി അവരുടെ അടുത്തേക്ക് വരും. മിന്നൽ മുരളിയെ പോലെ, അറിയില്ലേ? അതുപോലെ ഇവർ ഇത്ര സ്ട്രോങ് ആകാൻ കാരണം എന്താണെന്നറിയോ? ഇവരിൽ ഹൈ വൈബ്രേഷനിലുള്ള അൺകണ്ടീഷണൽ ലവ് നിലനിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അടുത്തത്, സ്പിരിച്വലി അവേക്കൻഡായ ഡി എഫിന് ഭയങ്കര ഹീലിംഗ് പവറാണ്. ഇവർ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോൾ അവരുടെ വേദനകളും മുറിവുകളും പെട്ടെന്ന് ഉണങ്ങും. അത്രയും ഹീലിംഗ് പവറുണ്ട് ഇവർക്ക്. ഒരു തരത്തിലുള്ള ഹീലിംഗ് ടെക്നിക്സും പഠിച്ചെടുക്കാതെ തന്നെ സ്പിരിച്വലി അവേക്കൻഡായ ഒരു ഡി എഫിന് ഒരു നല്ല ഹീലറായി മാറാൻ കഴിയും. അതുപോലെ അടുത്തത്, സ്പിരിച്വലി അവേക്കൻഡായ ഒരു ഡി എഫ് ഒരിക്കലും തൻ്റെ ഡി എമ്മിനെ ചേസ് ചെയ്യില്ല. ചേസ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി അവിടെ പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാകും അവർ. ഈ ടൈമിൽ ചേസിങ് മെൻറ്റാലിറ്റി ഉണ്ടാകുന്നത് നമ്മുടെ ഡി എമ്മിനാണ് കേട്ടോ. പക്ഷേ ഡി എം ചേസ് ചെയ്ത് വന്നാലും നമ്മുടെ ഡി എഫ് എങ്ങോട്ടും ഓടില്ല, അവിടെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. തന്നിലേക്ക് വന്ന ഡി എമ്മിനോട് ഓവർ സ്നേഹമോ ഓവർ കെയറിങ്ങോ ഇതൊന്നും കാണിക്കില്ല. നോർമലായിട്ട് ചിരിച്ച് പരാതി പറയാതെ പിണങ്ങാതെ പെരുമാറുകയേ ഉള്ളൂ. ഡി എഫിൻ്റെ ഈ മനോഭാവം ഡി എമ്മിന് റിജക്ഷൻസ് ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ. അടുത്തത്, അവേക്കൻഡായ ഡി എഫിൻ്റെ എപ്പോഴുള്ള ചിന്താഗതി എന്താണെന്ന് അറിയോ? എൻ്റെ ഡി എമ്മും ഞാനും ഒന്നാണ്. ഡി എം എന്ന വ്യക്തി ഓർ ഡി എമ്മിൻ്റെ ശരീരം അത് പുറത്തുള്ള ഒരാൾ മാത്രമാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഡി എം എന്ന വ്യക്തി ഇല്ലാതെ തന്നെ ഡി എമ്മിനെ ഫീൽ ചെയ്യാൻ പറ്റും, കൂടെ ജീവിക്കാൻ പറ്റും.
ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യാനുള്ള ഒരു പവർ ഡി എഫിന് വന്നു ചേരും ആ സമയത്ത്. ഓക്കെ, അടുത്തത് സ്പിരിച്വലി അവേക്കണ്ടായ ഡി എഫിൻ്റെ എനർജി വളരെ ഹൈ ആണ്, പക്ഷേ ഡി എമ്മിൻ്റെ എനർജിയോ ഭയങ്കര ലോയും ആണ്. ആ ഒരു എനർജി ഡി എഫിൻ്റെ അടുത്ത് പോലും എത്തത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഡി എഫിനെ ചേസ് ചെയ്യുന്നതും വിഷമിക്കുന്നതും ഒക്കെ. ഡി എമ്മിൻ്റെ അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഒരു ടൈമിലാണ്. അടുത്ത കാര്യം, അവേക്കൻഡായ ഡി എഫ് മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ആരും കൂടെ ഇല്ലെങ്കിലും ധൈര്യമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി അവരിലുണ്ടാകും. ആ ഡി എഫിന് തൻ്റെ ഡി എമ്മിനെയോ ഓർ ഒരു സോൾമേറ്റിനെയോ വിവാഹം ചെയ്യണമെന്നോ ലൈഫിലൊരു കൂട്ട് വേണമെന്ന ആഗ്രഹമോ ഒന്നും ഉണ്ടായിരിക്കില്ല. കുടുംബം, കുട്ടികൾ, സെക്സ്, ഇതിലും മേലെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യണമെന്ന ശക്തമായൊരു തോന്നലായിരിക്കും അവേക്കൻഡായ ഒരു ഡി എഫിൽ ഉണ്ടാകുന്നത്. പിന്നെ എന്നാലും അവർക്ക് കർമ്മ ഉണ്ടെങ്കിൽ അവർ വിവാഹം ചെയ്യും കേട്ടോ. അടുത്തത്, അവേക്കൻഡായ ഡി എഫിന് ഈശ്വരൻ എന്നാൽ അവരുടെ ഉള്ളിൽ തന്നെയുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു പവറാണ്, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ്. നിങ്ങൾ തത്വമസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈശ്വരനും ഭക്തനും ഒന്ന് തന്നെയാണ്, അങ്ങനെയുള്ളൊരു ചിന്താഗതി. അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളിലേക്കുള്ള പോക്കും ഇവർക്ക് കുറവായിരിക്കും. ഈശ്വരൻ എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, ഈശ്വരൻ എന്നാൽ ഞാൻ തന്നെയാണ് എന്ന ചിന്താഗതിക്കാരാണ് അവേക്കൻഡായ ഡി എഫ്. എന്നിരുന്നാലും ആരാധനാലയങ്ങളിൽ പോകുന്നവരെയും ആരാധനാലയങ്ങളെയും നമ്മുടെ സംസ്കാരത്തെയും ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, അവേക്കൻഡായ ഡി എഫിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അവർ എല്ലാവരോടും എല്ലാത്തിനോടും അവരോട് ദ്രോഹം ചെയ്യുന്നവരോട് പോലും ക്ഷമിക്കുന്നു എന്നുള്ളതാണ്. അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം അവരുടെ ആത്മീയ വളർച്ചയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് എന്നാണ്. അവരുടെ ആത്മാവും ഒരുപാട് അനുഭവങ്ങളെടുത്ത് അവസാനം ഡി എഫ് എത്തിച്ചേർന്ന അതേ സത്യത്തിൽ തന്നെ എത്തിച്ചേരുമെന്ന് ഡി എഫിന് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഡി എഫ് അവരോട് ക്ഷമിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്കും ഇതുപോലെ സ്പിരിച്വലി അവേക്കൻഡൊക്കെ ആകണ്ടേ ഡി എഫ്? പിന്നെ നിങ്ങളുടെ ഒരു ചോദ്യം, ഈ ഡി എഫിനെ ഇത്രയും നല്ലൊരു വ്യക്തിയാക്കുന്നത് അല്ലെങ്കിൽ ഡി എഫ് ഇത്രയും നല്ല ഗുണങ്ങളുള്ള ഒരാളായി തീരാൻ കാരണമാകുന്നത് ആരാണ്? ആ ആളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആരാ? അപ്പോൾ ആ രണ്ടാളോടും ഡി എഫ് എപ്പോഴും എന്തായിരിക്കണം? താങ്ക്ഫുൾ ആയിരിക്കണം അല്ലേ? താങ്ക് യു സോ മച്ച്.